ഇന്നാണ് ഒരു അഗ്രസീവായ പോരാട്ടത്തിന് താൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു എന്നുള്ള ഒരു ശരീരഭാഷ വിജയുടെ ഭാഗത്തു നിന്നുണ്ടായത്. നേരിട്ട് ആരാണ് എൻ്റെ ശത്രു, അല്ലെങ്കിൽ എൻ്റെ പാർട്ടിയുടെ ശത്രു ആരാണ്, ഞാൻ ആരോടാണ് നേരിടാൻ പോകുന്നത് എന്നുള്ളത് ഇന്ന് കൃത്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവിടെ BJP ഉണ്ട്, ADMK ഉണ്ട്. ഇവരാരുമല്ല, ഞാൻ നേരിട്ട് തെരഞ്ഞെടുപ്പിൽ നേരിട്ട് ഏറ്റുമുട്ടാൻ പോകുന്നത് DMK-യോടാണ് എന്നത് കൃത്യമായി പ്രഖ്യാപിച്ചു. അതിൽ തന്നെ ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിരന്തരമായി പരിഹസിച്ചു കൊണ്ടിരിക്കുകയാണ് വിജയെയും വിജയുടെ പാർട്ടിയെയും DMK-യും ഇത് മനസ്സിലാക്കി കഴിഞ്ഞു എന്നുള്ളതാണ്. അവിടെ നേരിട്ട് ഏറ്റുമുട്ടേണ്ടി വരിക ഒരു പക്ഷേ വിജയുമായിട്ടായിരിക്കും എന്നുള്ളത് DMK-യും മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം ചെറുപ്പക്കാരുടെ ഇടയിൽ വലിയ സ്വാധീനമുണ്ടാക്കാൻ വിജയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ പ്രതീക്ഷിച്ചതുപോലെയല്ല കാര്യങ്ങൾ. കൃത്യമായ രാഷ്ട്രീയ ബുദ്ധി ഉപദേശിക്കാൻ ആളുകൾ ഒരുപക്ഷെ വിജയുടെ ഒപ്പമുണ്ട്, അല്ലെങ്കിൽ വിജയുടെ തന്നെ ഒരു രാഷ്ട്രീയ ബുദ്ധിയാണിത് എന്ന് പറഞ്ഞുകൂടായികയില്ല. കാരണം ഓരോ ഘട്ടത്തിലും കൃത്യമായ ടാർഗറ്റാണ് വിജയ് നിശ്ചയിക്കുന്നത്. ആ ടാർഗറ്റിലേക്ക് എത്തിപ്പിടിക്കാൻ വിജയ്ക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണ്.